ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ക്ലീനിങ് ടിപ്സുകളാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ക്ലീനിങ് ടിപ്സുകളാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനുള്ള കുറച്ച് ഈസി ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സ്കൂൾ ബാഗ് ക്ലീൻ ആക്കുന്ന ടിപ്പാണ്. പെട്ടെന്ന് തന്നെ എല്ലാ ചളികളും പോക്കിയെടുക്കാനുള്ള ഒരു കിടിലൻ ട്രിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പഴയ ബാഗുകളൊക്കെ നമുക്ക് പുതുപുത്തനാക്കി എടുക്കാം. അപ്പോൾ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് പുതിയ ബാഗൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ക്ലീനായി കിട്ടുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാഗ് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ഈ ഒരു ബാഗ് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൈയൊക്കെ തൊടാൻ പാകത്തിനുള്ള ഒരു ഇളം ചൂടുവെള്ളമാണ് ആക്കിയെടുക്കുന്നത്. നമ്മൾ ഇതേപോലെ ചൂടുവെള്ളം എടുക്കുന്നത് നമ്മുടെ ബാഗിൻ്റെ മുകളിലുള്ള ചളികളൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ബാഗ് മുങ്ങിക്കിടക്കാൻ മാത്രം നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് സോപ്പും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 ലിറ്ററോളം വെള്ളം ഉണ്ടാകും. അപ്പോൾ അതിലേക്ക് 2 സ്പൂണ് സോപ്പും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അപ്പക്കാരം അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാഗ് ഇതിലേക്ക് മുക്കി വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഈ ഒരു വെള്ളത്തിൽ തന്നെ മുക്കി വെക്കണം. അപ്പോൾ ആ ഒരു ചൂടിൽ നമ്മുടെ ബാഗിലുള്ള ചളികളൊക്കെ ഒന്ന് ഇളകി വരും. അപ്പം നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഈ ഒരു ചൂടുവെള്ളം ആവുന്നത് കൊണ്ട് തന്നെ. പിന്നെ അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാഗ് നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും. ഇനി ഈ ബാഗൊന്ന് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമ്മുടെ ബാഗ് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ വെള്ളമായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സിബൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കുതിർത്ത് വെക്കാം. അപ്പോൾ അരമണിക്കൂർ നമ്മൾ ബാഗ് നന്നായിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ തന്നെ കാണാം ഒരുപാട് ചളിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. പിന്നെ നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അലക്കുന്ന ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഉരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് തേക്കണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ബാഗിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അധികമായിട്ട് കറ പോലെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ബേക്കിംഗ് സോഡയും സോപ്പും പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ ഒന്ന് തേച്ച് വെച്ചാൽ മതി. അതിനുശേഷം ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് തേച്ചെടുത്താൽ മതി. അപ്പം തന്നെ എല്ലാ ചളികളും പോയി കിട്ടും. അപ്പോൾ ഈ ഒരു ബാഗിൽ അധികമായിട്ട് എവിടെയും കറകളും ചളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. മൊത്തമായിട്ട് ഈ ഒരു വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെച്ചപ്പം തന്നെ ബാക്കിയുള്ള ചളികളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം മാറ്റിയിട്ട് നമുക്ക് വേറൊരു വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചളിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗ് എത്ര തന്നെ ക്ലീനായിട്ട് കിട്ടിയെന്ന് നമുക്ക് ഈ ഒരു വെള്ളം കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബാഗിലുള്ള എല്ലാ ചളികളും പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. അപ്പം ബാഗൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ ഒരു വെള്ളം മാറ്റിയിട്ട് വേറൊരു വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്കൂൾ ബാഗുകളൊക്കെ ഇതേപോലെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാഗിലുള്ള ചളികളൊക്കെ പെട്ടെന്ന് തന്നെ പോയി പുതിയൊരു പുതുപുത്തൻ ബാഗായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പം നമ്മുടെ ബാഗിൻ്റെ എല്ലാ ഭാഗത്തുള്ള ചളികളും പോയി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്ന വെള്ളത്തിലൊന്നും ചളിയൊന്നും കാണുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ആ ഒരു വാഷിങ്ങിൽ തന്നെ ഫുള്ള് ചളിയും ചീറൊക്കെ നമുക്ക് പോന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇടാം. അപ്പം ബാഗ് ഒന്ന് ഇതേപോലെ തല തിരിച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ബാഗ് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു രീതിക്ക് സ്കൂൾ ബാഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ട് കുറേ കാലമായിട്ടുണ്ടാകും. അന്നപ്പോൾ അതിനൊരു സ്മെല്ലുണ്ടാകും. അപ്പോൾ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം കൊണ്ടുപോകുന്ന ബോട്ടിലേക്ക് ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇട്ടിട്ടുള്ളത് കല്ലുപ്പാണ്. അപ്പോൾ കല്ലുപ്പിട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വാട്ടർ ബോട്ടിലുള്ള ആ ഒരു മണവും അതേപോലെ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടും കിട്ടും. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ ഒന്ന് വാട്ടർ ബോട്ടിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ കുറേ കാലം മുമ്പ് എടുത്ത ബോട്ടിലുകളൊക്കെ ഇതേപോലെ ക്ലീൻ ആക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ ഉപ്പൊന്ന് ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ സിബൊക്കെ ഇടാനൊക്കെ ഒരു പ്രയാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു തടസ്സം പോലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വാസ്ലിനാണ്. കുറച്ച് വാസ്ലിൻ ഒന്ന് എടുത്തിട്ട് ഈ ഒരു സിബിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മൾ പിന്നെ സിബ് ഇടുകയാണെങ്കിൽ ആ ഒരു തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പോയി കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ പാൻറ്റിൻ്റെ സിബ്, ചുരിദാറിൻ്റെ ഒക്കെ സിബിന് ഇതേ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമുക്ക് വാസ്ലിൻ എടുത്തിട്ട് ഇതേപോലെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ സിബായാലും അതേപോലെ തന്നെ പാൻറ്റിൻ്റെ സിബായാലൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഈ ഒരു സിബ് തുറക്കാനും അടിക്കാനൊക്കെ കഴിയും. അപ്പോൾ ആ തടസ്സമൊക്കെ ഒന്ന് നീങ്ങി കിട്ടും. അപ്പോൾ ഇതുവരെ ഈ ഒരു ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലെ ബാഗിൻ്റെ സിബൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ, ഒരു തടസ്സമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതിലേതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടിപ്സ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും ടിപ്സുകളൊക്കെ അറിയാമെങ്കിൽ, യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ടിപ്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതേപോലത്തെ വീഡിയോസുകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.